നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ വമ്പൻ തകർച്ചയിൽ തമ്മിൽ തല്ലുകയാണ് CPM-ഉം CPI-യും. CPM-ന്റെ വമ്പൻ തകർച്ചയ്ക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് CPI. ഇനിയൊരു പരിഹാരം മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രി ആ കസേരയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുക എന്നത്. ഒടുവിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാലും വമ്പൻ തകർച്ചയിലും സ്വന്തം കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി മുഖ്യൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഈ തകർച്ചയ്ക്കും പരാജയത്തിനും കാരണം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഈ തകർച്ചയ്ക്കും പാർട്ടിയുടെ ഈ അധപ്പതനത്തിനും കാരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് CPI തന്നെ. ഇതിലും ഭേദം രാജിവെച്ച് പോവുകയാണെന്ന് പറയാതെ വയ്യ. CPM-ന് മുഖത്തേറ്റ പ്രഹരമാണ് ഇപ്പോൾ CPI-യിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് രൂക്ഷ വിമർശനം CPI നടത്തിയിരിക്കുന്നത്. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി നിർത്തി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞുവെന്നും വിലയിരുത്തൽ നടന്നു. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് വരെ യോഗത്തിൽ പങ്കെടുത്തവർ തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണെന്നും ചർച്ചയായെത്തി. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമുയരുന്നു. ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും വിലയിരുത്തലെത്തി. നവകേരള സദസ്സ് ധൂർത്തായി മാറി. നടന്നത് വലിയ പണപ്പിരിവാണെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നു. PP സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPI-യുടെ രീതിയല്ല. ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPI-ക്ക് കഴിയുന്നില്ലെന്നും അഭിപ്രായമുയർന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടത്ര സഹകരണം CPM-ൽ നിന്ന് പോലും നൽകിയില്ലെന്ന വിലയിരുത്തലും പാർട്ടിയിലുണ്ടായി. തിരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചില്ലെന്ന ഐസക് തന്നെ തുറന്നു സമ്മതിച്ചു. പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിക്കപ്പെടുന്നുവെന്നും തോമസ് ഐസക് തന്നെ തുറന്നു പറഞ്ഞതോടെ പാർട്ടിയിൽ കടുത്ത ഭിന്നതയാണ് ഉണ്ടാകുന്നത്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കൃത്യമായ പരിശോധന നടത്തണമെന്നും അത് തിരുത്തണമെന്നും ഐസക് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടം മുട്ടി. പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം വേണമെന്നും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നും തോമസ് ഐസക് തന്നെ പറയുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടിക്ക് കിട്ടേണ്ട കേഡൽ വോട്ടുകൾ പോലും ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. അത് പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഈ ഭരണവിരുദ്ധ വികാരവും തന്നെയാണെന്ന് പാർട്ടി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി ആ കസേരയിൽ നിന്ന് ഒന്ന് രാജിവെച്ച് പോകൂ എന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തു പറയുമെന്ന് നോക്കിക്കാണണം.